ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്ന് നിന്നേ. മീനാക്ഷി വരുമ്പോ ആര് വന്നു പറയണം. ചോദിച്ചു കേട്ടില്ലേ? തിരക്ക് ആരാ വന്നതെന്നാ മീനാക്ഷിയോട് പറയേണ്ടത്. അവളുടെ ഭർത്താവ്. ഞാൻ അമ്മയുടെ വർഷ തന്നെയാ. അങ്ങനെ കരുതിയാ മതി എന്നെ. അങ്ങനെ തന്നെ കരുതിയിട്ടുള്ളൂ മീനാക്ഷി. ഞങ്ങളുടെ വർഷയെ തിരിച്ചു വിളിച്ചപ്പോ പകരമായിട്ട് ഞങ്ങക്ക് മീനാക്ഷിയെ തന്നു. മോളെ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയതല്ലേ? വൈകിക്കണ്ട, പെട്ടെന്ന് പോയിട്ട് വാ. ശരി അമ്മേ. എന്റെ വർഷം മോൾ ഇറങ്ങിപ്പോന്ന പോലെ ഉണ്ട്. എന്റെ ഈശ്വരൻ, എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നു? അവളുടെ വെനുവേട്ടന്റെ കല്യാണം കഴിഞ്ഞതൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടാവോ? പച്ചക്കറിയുടെ വിലയാണോ സ്വർണത്തിന്റെ വിലയാണോ മണിക്കൂർ തോറും കൂടുന്നതെന്ന് അറിയാൻ പോലും വയ്യ. എന്തൊരു വിലയാ ഈശ്വര! കൂടുന്ന സാധനത്തിന്റെ വില പിന്നീട് കുറയോ അതുമില്ല. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഈ പച്ചക്കറികളെല്ലാം വീട്ടിൽ തന്നെ വിളയിക്കുന്നതായിരുന്നു. ഇപ്പൊ കാലമൊക്കെ മാറിയില്ലേ? രാജഭരണമൊക്കെ മാറി. ഇപ്പൊ ജനാധിപത്യോ? അറിയാം. അശോക് വർമ്മ തമ്പുരാനെന്ന് തികച്ചു വിളിക്കില്ലായിരുന്നു ആരും. അത്രയ്ക്ക് ബഹുമാനായിരുന്നു. ക്ഷേത്രത്തിലോ പൊതുസ്ഥലത്തോ പോയാ 6 അടി അകലം പാലിക്കുമായിരുന്നു എല്ലാരും. ഈ അശോകൻ സാറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നില്ലേ? അവർക്കിപ്പോ എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അശോകേട്ടന് ഇപ്പോഴും അവര് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോ ദേഷ്യം വരും. പ്രേമിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളും സങ്കടങ്ങളും ഒന്നും അറിയില്ലല്ലോ. അന്നത്തെ ആ സംഭവം അശോകേട്ടനെ വല്ലാതെ ചൊടിപ്പിച്ചു. ആളുകളുടെ മുന്നില് നാണം കിട്ടു. കൊട്ടാരത്തില് രാജകുമാരിയെ പോലെ വളർന്ന ചന്ദ്രിക വർമ്മ കേവലം ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനോടൊപ്പം ഇറങ്ങിപ്പോയ ഷോക്കിൽ അശോകേട്ടന്റെ അച്ഛൻ അതോടെ സ്ട്രോക്ക് വന്ന് തളർന്നു വീണതാ. അശോകേട്ടനും ദേഷ്യം കൂടാൻ ഇനി വേറെ വല്ലതും വേണോ? ഇനി ഒരിക്കലും ക്ഷമിക്കില്ലേ അവരോട്? ഞാൻ മനസ്സുകൊണ്ട് എന്നേ ക്ഷമിച്ചു കഴിഞ്ഞതാ. അപ്പൊ സാറോ? എനിക്ക് തോന്നുന്നില്ല. അമ്മു, വാ കേറ് പോവാം. ഞാൻ അമ്പലത്തിൽ വരെ ഒന്ന് പോയിട്ട് വരാം. മാഡം പോയിക്കോ. എന്താ പെട്ടെന്ന് അമ്പലത്തിലേക്കൊരു പോക്ക്? അത് അമ്പലത്തില് പ്രത്യേക ഒരു പൂജയുണ്ട്, അത് തൊഴാന്ന് വിചാരിച്ചു. ഭക്തിയൊക്കെ നല്ലതാ, പക്ഷെ അത് കൂടിയാൽ? അതൊന്നുമില്ല. എന്നാ അമ്മ പോയിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. അയ്യോ, വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ചു വന്നോളാം. അമ്മു, ദാ ഈ പേഴ്സ് ഇരിക്കട്ടെ. വേണ്ട മാഡം, അമ്പലത്തിലൊക്കെ പോകുന്നല്ലേ, ഇരിക്കട്ടെ.
ആരാ മനസ്സിലായില്ല? ജാനകി, ജാനകിയോ? ഇവിടെ ആരെ കാണാൻ വന്നതാ? എന്റെ പേര് ഷാജി. ഞാൻ ജാനകി ഒന്ന് കാണാൻ വന്നതാ. ജാനകി ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. നിങ്ങൾക്ക് വീട് തെറ്റിയതായിരിക്കും. ഇവിടെ ജാനകി എന്നൊരാളില്ല. സോറി, എനിക്ക് തെറ്റിയതായിരിക്കും. ആ, അല്ല, ഈ മാധവൻ നായർ, ആ, അത് ഞാനാ. അവള് ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഈ അഡ്രസ്സാ തന്നത്. അഡ്രസ്സൊക്കെ ഇത് തന്നെ. പക്ഷേ നിങ്ങൾ പറയുന്ന ജാനകി എന്ന് പേരുള്ള ഒരാള് ഇവിടെ ഇല്ല. ശരി, അപ്പോ അവര് പറഞ്ഞ അഡ്രസ്സ് തെറ്റിയതാവും. സോറി. ആ, നിങ്ങൾ തേടി വന്ന ജാനകിയുടെ ഫോട്ടോ ഉണ്ടോ കയ്യില്? ഉണ്ട്. ഇതാണോ ജാനകി? ഇത് ജാനകി അല്ല, മീനാക്ഷിയാ. മീനാക്ഷി ഈ വീട്ടിൽ തന്നെയാ ഉള്ളത്. അവളെ ഒന്ന് വിളിക്കാവോ? മീനാക്ഷി ഇവിടെ ഇല്ല, അമ്പലത്തിൽ പോയിരിക്കുക. എപ്പോ വരും? കുറച്ച് വൈകും. അല്ല, നിങ്ങളെന്തിനാ മീനാക്ഷിയെ കാണുന്നത്? അത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. ഏതായാലും വീട് കണ്ടുപിടിച്ചല്ലോ, ഞാൻ വരാം. ആ, ഒന്ന് നിന്നേ. മീനാക്ഷി വരുമ്പോ ആര് വന്നു പറയണം. ചോദിച്ചു കേട്ടില്ലേ? തിരക്ക് ആരാ വന്നതെന്നാ മീനാക്ഷിയോട് പറയേണ്ടത്. അവളുടെ ഭർത്താവ്.